അമ്മയെ സ്നേഹിക്കാനോ ഓർമ്മിക്കാനോ ഒരു പ്രത്യേക ദിവസം ആവശ്യമുണ്ടോ? ഞാനായത് എൻ്റെ അമ്മ കാരണമാണ് എന്നോർത്താൽ മാത്രം മതി എല്ലാ അമ്മമാരെയും മക്കൾക്ക് സ്നേഹിക്കാൻ. അതിനായി ഒരു പ്രത്യേക ദിവസം പോരാ, 365 ദിവസവും തികയാതെ പോകും. ഗർഭപാത്രത്തോട് യാത്ര പറഞ്ഞ് ഭൂമിയിലോട്ട് പോരും വഴി 20 അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദനയാണത്രേ ഞാൻ അവൾക്ക് സമ്മാനിച്ചത്. പിറന്നു വീണ നാൾ മുതൽ കൂട്ടുകൂടിയ എൻ്റെ കളിത്തോഴിയായിരുന്നു. ഈ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ വഴികാട്ടിയായിരുന്നു. അന്നെൻ്റെ കവിളിൽ കടിച്ചതിന്, തുരുതുരാ ചുംബിച്ച് ഉറക്കം കെടുത്തിയതിന്, അമ്മിഞ്ഞയ്ക്കായി ബഹളം വെച്ചപ്പോൾ കുണുങ്ങി കുണുങ്ങി ചിരിച്ചതിന്, എന്നെ കുളിപ്പിച്ചപ്പോൾ കാതിലും മൂക്കിലും വെള്ളം കയറ്റി കരയിപ്പിച്ചതിന്, ചുവപ്പ് മാറാത്ത മോണ കാട്ടി ചിരിച്ചപ്പോൾ മാറോടണച്ച് ശ്വാസം മുട്ടിച്ചതിന്, മഴ നനഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞ് തലതോർത്തി തന്നതിന്, പനി വന്നപ്പോൾ രാസനാദിപ്പൊടി തിരുമ്മിത്തന്ന് എന്നെ കരയിപ്പിച്ചതിന്, കുഞ്ഞു നഖങ്ങൾ വെട്ടിത്തന്ന് ചോര പൊടിഞ്ഞപ്പോൾ കൈവിരൽ വായിലിട്ട് എൻ്റെ കണ്ണിൽ നോക്കി സങ്കടപ്പെട്ടതിന്, ചോറ് തിന്നപ്പോൾ പുറത്തേക്ക് പോയതിന്, നോവാതെ എന്നെ തല്ലിയതിന്, അങ്ങനെ എന്തിനൊക്കെയോ എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നി കാണുമോ? ഇതെല്ലാം അമ്മയുടെ ദേഷ്യമല്ല, അമ്മയുടെ സ്നേഹമായിരുന്നില്ലേ? ഉദരത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ എത്ര തവണയാണ് ചവിട്ടിയത്. എന്നിട്ടും ഞാൻ ജനിച്ചു വീണപ്പോൾ നിങ്ങൾ എൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. എത്ര രാത്രികളിൽ ഞാൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞു. എന്നിട്ടും എന്തേ ഞാൻ ഉറങ്ങാത്ത രാത്രികളിൽ നിങ്ങൾ എനിക്ക് കാവലിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വേദന നിങ്ങൾക്ക് നൽകിയല്ലേ ഞാൻ ഈ ലോകം കണ്ടത്. എന്നിട്ടും എനിക്ക് ചെറിയൊരു മുറിവുണ്ടായാൽ നിങ്ങൾക്കാണല്ലോ കൂടുതൽ വേദനിക്കാറ്. സത്യത്തിൽ ലോകത്തെ ആദ്യ അത്ഭുതം നീയല്ലേ. എന്തെന്നാൽ 1-ാം മാസത്തിൽ ഛർദിയും, 2-ാം മാസത്തിൽ സന്തോഷവും, 3-ാം മാസത്തിൽ മയക്കവും, 4-ാം മാസത്തിൽ പുളിച്ചു തികട്ടലും, 5-ാം മാസത്തിൽ തലവേദനയും, 6-ാം മാസത്തിൽ വയറുവേദനയും, 7-ാം മാസത്തിൽ അനക്കങ്ങൾ അലട്ടിയും, 8-ാം മാസത്തിൽ ആലസ്യവും, 9-ാം മാസത്തിൽ ഭയവും കടന്ന് 10-ാം മാസത്തിൽ പുനർജനിക്കുന്നു അമ്മയുടെ ആത്മാവ്. ഏവർക്കും മാതൃദിനാശംസകൾ.